ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ജർമ്മനിയിലെ ക്ലീനസ്റ്റും അതേപോലെ തേർഡ് ഡീപ്പസ്റ്റ് ലേക്കായിട്ടുള്ള ക്യോനിക്സി അഥവാ കിങ്സ് ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റോസൻഹൈമിൽ നിന്ന് നമുക്കൊരു 2 to 2.5 hour ജേണി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സമയം ഒട്ടും ബോറടിച്ചില്ല, കാരണം കണ്ടല്ലോ ഫുൾ ഷീറ്റ് കളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ബർച്ചസ് ഗാർഡനിലെത്തി. ബർച്ചസ് ഗാർഡനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതേപോലെ ബസ് വഴി ക്യൂനിക്സിലോട്ട് പോകാം. ഇനി അതല്ല നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ടാണ് വരുന്നെങ്കിൽ അങ്ങനെയും പോകാം. ഇനി അതല്ല നിങ്ങൾ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിരുന്നത് ബസ്സിനായിരുന്നു. ബസ്സിനൊരു 20 minutes ജേണി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയം നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല, കാരണം ഭൂമിയിലെ സ്വർഗ്ഗം നമുക്ക് മധ്യവോളം ആസ്വദിക്കാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ആയിരുന്നു. ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു 5 minutes വാക്കാണ് ലേക്ക് പോയിന്റിലേക്ക് എത്താൻ. അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ്, പിന്നെ നല്ല അടിപൊളി സോവനീർ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. ഏതാണ്ട് 100 വർഷം മുൻപ് ബർച്ചസ് ഗാർഡനിൽ നിന്ന് ക്യൂനിക്സിയിലോട്ട് റെയിൽവേ സർവീസ് ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. 1909 ആദ്യത്തെ സർവീസ്. ഇവിടെ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, അന്ധകാലത്ത് അത് ഇലക്ട്രിക് ആയിരുന്നു. 1965 വരെ സർവീസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ കാറുകളൊക്കെ ഒത്തിരി കോമൺ ആയി, പിന്നെ ബസ് സർവീസ് തുടങ്ങി. അങ്ങനെ പാസഞ്ചേഴ്സിൻ്റെ ഒക്കെ എണ്ണം കുറഞ്ഞപ്പോൾ ട്രാക്ക് റിമൂവ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്ന് റെയിൽവേ പാത്ത് ഉണ്ടായിരുന്ന വഴിയാണ് ഇപ്പോൾ ട്രക്കിങ്ങിനും അതേപോലെ തന്നെ സൈക്ലിംഗ് പാത്തൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഫോട്ടോഗ്രാഫർക്ക് ചെറിയൊരു ദൗത്യമൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളടുത്തും ചോദിച്ചു നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ വേണോ. അപ്പോൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ പെർ ഹെഡ് 22 euro ആണ്. പിന്നെ ഓരോ 20 minutes കൂടുമ്പോഴും ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് പോയിൻ്റ് ആയിട്ടുള്ള സാലറ്റിലേക്ക് ബോട്ട് സർവീസസ് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ സാലറ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒരു കുഞ്ഞു കഥയുണ്ട്, പറയട്ടെ. അതായത് 1910 ഈ ഒരു പെനിൻസുലയുടെ ടോട്ടൽ കൺട്രോൾ ബവേറിയൻ റോയൽ ഫാമിലിയുടെ കൈകളിലേക്ക് വന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കപ്പിളിന് ഒരു ആഗ്രഹം തോന്നി. അവരുടെ വിവാഹശേഷം സാലറ്റിൽ ഒരു കുഞ്ഞു ടൂറിസ്റ്റ് കിയോസ്ക് തുടങ്ങണം എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ആഗ്രഹം രാജാവിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. അപ്പോൾ പുള്ളി വളരെ സ്നേഹത്തോടെ വിവാഹ സമ്മാനമായിട്ട് സാലറ്റിൽ ഒരു കുഞ്ഞു കിയോസ്ക് തുടങ്ങാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെയാണ് സാലറ്റ് പോകെ പോകെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. ലേക്ക് പോയിന്റ് നിന്ന് സെൻറ്റ് ബർത്തലോമാസ് ചർച്ചിലോട്ട് ഒരു 30 to 35 minutes ജേണി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയം ഞങ്ങൾക്ക് ഒട്ടും ബോറടിച്ചില്ല, കാരണം ഈ ചേട്ടൻ ഞങ്ങളുടെ ഗൈഡ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പുള്ളി നല്ലൊരു ഫലിതപ്രിയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഫർമേഷൻസ് കഴിയുമ്പോഴും പുള്ളി എന്തെങ്കിലുമൊക്കെ കൗണ്ടർ അടിക്കും. അതുകൊണ്ട് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ലേക്കിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന എക്കോ പോയിന്റിന് മുന്നിലാണ്. അപ്പോൾ ഈ ഒരു എക്കോ പോയിന്റ് ശരിക്കും പ്രകൃതിയുടെ ഒരു വിസ്മയമാണ്. ഞങ്ങളിത് ആസ്വദിച്ചു. നിങ്ങളും കൂടെ ആസ്വദിച്ചിട്ട് വാ. ഈ ഒരു പോർഷൻ ഡെഫിനറ്റായിട്ട് മിസ് ചെയ്യരുത്. ഈ ഒരു പോർഷൻ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. ആൻഡ് ഷുവറാണ് ഇവിടെ വിസിറ്റ് ചെയ്ത എല്ലാവർക്കും ഇതെപ്പോഴും ഒരു കോർ മെമ്മറി ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ അല്ല, 1909 മുതൽ സർവീസസ് നടത്തുന്ന എല്ലാ ബോട്ടുകളും ഇലക്ട്രിക്കാണ് കേട്ടോ. അതിന് മുൻപ് വരെ, അതായത് ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന കാലഘട്ടം എന്നൊക്കെ നമുക്ക് പറയാം, അന്നിവിടെ 200ഓളം തുഴച്ചിലുകാരുണ്ടായിരുന്നു. അന്ന് ഇവർ ഉപയോഗിച്ചിരുന്നത് റോയിങ് ബോട്ടുകളായിരുന്നു ആളുകളെ കൊണ്ടുവരാനായിട്ട്. അന്ന് ഏകദേശം 80,000-ഓളം വിസിറ്റേഴ്സ് ഓരോ വർഷവും ഇവിടെ വന്ന് പോകാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നല്ലേ, കാണിച്ചുതരാം. ഈ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കേ, എന്നാ ഒരു ഭംഗിയാണ് അല്ലേ. അപ്പം വെറുതെ അല്ല ജർമ്മനിയിലെ ക്ലീനസ്റ്റ് ലേക്ക് എന്ന് ക്യോനിക്സിനെ പറയപ്പെടുന്നത്. ഇവിടുത്തെ വെള്ളത്തിന് ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ വരെ ലഭിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് ഈ ഒരു ലേക്ക് ടേക്ക് കെയർ ചെയ്യുന്നത്. മറ്റുള്ള വേസ്റ്റുകളൊന്നും ലേക്കിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ ഒരു സീവേജ് പൈപ്പ് വരെ 1980-കളിൽ ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ എഫേർട്ടും അതേപോലെ തന്നെ ഇലക്ട്രിക് ബോട്ട് സർവീസസും എല്ലാം ആയിരിക്കാം നോർലെസ് പൊല്യൂഷൻ്റെ കാരണമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് വിജനമായ കുറച്ച് പാതകളായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ മസ്റ്റ് വിസിറ്റ് ആയിരിക്കും. അങ്ങനെ
പോകെ പോകെ വിജനമായ പാതയിൽ ഞങ്ങളെയും കാത്തു നിന്ന അതിഥികളായിരുന്നു ഇവർ. എന്താ അറിയില്ല, പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കുറച്ചു നേരം അവിടെ നിന്നു. എന്തോ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാലും ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീണ്ടും മുന്നോട്ട്. പിന്നെ ഇവിടെയൊക്കെ വരുമ്പം അല്പം റൊമാൻറ്റിക് ആവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറച്ച് സ്പോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇപ്പോഴത്തെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത്, നമ്മൾ എവിടെയും പോയി കഴിയുമ്പോൾ ചുമ്മാ കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നല്ലാതെ 1-2 റീലും കൂടെ എടുക്കാം എന്നുള്ളൊരു മൈൻഡായി. പിന്നെ നമ്മുടെ സെയിം വൈബിളുള്ള ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ അറിയാതെ നമ്മുടെ ഇന്നർ ചൈൽഡ് പുറത്തു വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള സെൻറ്റ് ബർത്തലോമസ് ചർച്ചാണ്. ഈ ഒരു ചർച്ച് നിർമ്മിക്കുന്നത് 1134 ബർച്ചസ് ഗാർഡനിലെ മൊനാസ്ട്രിയുടെ പ്രിൻസ് പ്രൊവോസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകളായിരുന്നു അന്ന് ഈ ചർച്ച് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അവർ തന്നെയായിരുന്നു ഈ ഒരു ഏരിയയുടെ കൺട്രോളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലോട്ടെത്തി. അവസാന ഘട്ടമാണ് ഞങ്ങളുടെ മെയിൻ ഘട്ടം, അതാണ് ഫുഡ് അടി. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടോടെ എന്തെങ്കിലും കഴിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന ബിൽഡിംഗ് പണിതിരിക്കുന്നത് ചർച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും പണ്ട് ഇതൊരു ഹണ്ടിങ് ലോഡ്ജായിരുന്നു. ഈ ബിൽഡിംഗ് നിർമ്മിച്ചത് ചർച്ച് നിർമ്മിച്ച അതേ മൊണാസ്ട്രിയുടെ അധിപന്മാരായിരുന്നെങ്കിലും ബവേരിയൻ കിങ് ഇതിൻ്റെ അധികാരം ഏറ്റെടുത്തതോടെ പുള്ളി ഇതൊരു ഹണ്ടിങ് ലോഡ്ജാക്കി മാറ്റി. അപ്പോൾ ഇനി ചരിത്രമൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബീഫ് കൗലാഷ് സൂപ്പും ഒരു ചീസ് കേക്കും. അപ്പോൾ രണ്ടും ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി വൈസ് അടിപൊളിയായിരുന്നു. ഞാൻ ജർമ്മനിയിൽ കഴിച്ചതിൽ വെച്ചിട്ട് നല്ല അടിപൊളി ചീസ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ. പിന്നെ നിങ്ങൾ ക്യൂനിക്സി മാത്രം വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിൻ്ററും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അതല്ല ക്യൂനിക്സി, സാലറ്റ്, ഓബർസി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സമ്മറായിരിക്കും നല്ലൊരു ഓപ്ഷൻ. പിന്നെ ഇവിടെ നല്ല അടിപൊളി സോവനീസ് കിട്ടും. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ മേടിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കില്ല. കാരണം വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ നേരത്തെ അടയ്ക്കും. അപ്പം മാക്സിമം പോകുന്ന സമയം തന്നെ എന്ത് ചെയ്യുക, അതൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബസ് പിടിച്ചു, നേരെ സ്റ്റേഷനിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു, നേരെ ബർഗർ കിങ്ങിലോട്ട് പോയി. അങ്ങനെ അവിടെ നിന്ന് ഒരു ക്രിസ്പി ചീസ് ബർഗറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഡേ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ച്യൂസ്.